കോൺഗ്രസ് എമ്മിന് മുന്നണി മാറ്റമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 13 സീറ്റ് ചോദിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനം. LDFന്റെ മധ്യമേഖലാ ജാഥ ജോസ് കെ മാണി നയിക്കും. ഇറക്കിവിട്ട സ്ഥലത്തേക്കില്ലെന്നും സംരക്ഷണം തന്നത് പിണറായി വിജയനെന്നും ജോസ് കെ മാണി. KM മാണിയെ അപമാനിക്കാൻ ശ്രമിച്ചവർ അദ്ദേഹത്തിന്റെ സ്മാരകത്തിന് സ്ഥലം നൽകുന്നതിൽ സന്തോഷമെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ. പരിശോധിച്ചത് ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി എന്നിവയടക്കം 15 സാമ്പിളുകൾ. കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് VSSയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട്. വാജീവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത് ഉത്തരവ് ലംഘിച്ചെന്ന് രേഖകൾ. കീഴ്വഴക്കമനുസരിച്ചെന്ന് അജയ് തറയിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് ഫെനി നൈലാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ ചെയ്തുവെന്ന കേസുമായി 3ാം ബലാത്സംഗ കേസിലെ പരാതിക്കാരി. ആരോപണം നിഷേധിച്ച് ഫെനി. FIR റദ്ദാക്കണമെന്ന ഫെനിയുടെ ആവശ്യത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് പ്രവർത്തക രഞ്ജിത പുളിക്കൻ അറസ്റ്റിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 704 പോയിന്റുമായി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത്. കോഴിക്കോട്, തൃശൂർ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. അംഗീകാരം മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്ക്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ജനുവരി 25-ന് സമ്മാനിക്കും. ഇറാനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യ. ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നതിനാൽ എല്ലാ ഇന്ത്യക്കാരെയും ബന്ധപ്പെടുന്നതിന് പ്രതിസന്ധിയെന്ന എംബസി. ഇറാൻ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും രാജ്യത്തുള്ളവർ തിരികെ വരണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇറാനിൽ 900ഓളം പൗരന്മാരുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ.